അമലുകളൊക്കെ ചെല്ലും ചെയ്യും, പക്ഷെ അവർക്ക് അദബുണ്ടാവില്ല. അദബില്ലാത്ത കാലത്തോളം ഒരു അമല് പറഞ്ഞല്ലോ. അദബോടുകൂടി 10 സ്വലാത്തില്ലേ മതി. ആ മൊത്തം ദിവസവും അയാൾ റസൂലുള്ളാഹിക്ക് സ്വലാത്തിലെ വിളിട്ടു. അതോടുകൂടി ഒരു ഹിസ്ബ് ഒരാൾ ഖുർആൻ ഓതിയാൽ ആ ദിവസം മുഴുവനും ഖുർആനിലായ കൂലിട്ടും. ഓദ്യ കൂലിട്ടില്ലെങ്കിലും ഒരു ഖുർആനിന്റെ റഹ്മത്ത് അവനിൽ മൊത്തം ആ ദിവസം ഉണ്ടാവും. അതോടുകൂടി ഒരു ഹിസ്ബ് ഓതിയാൽ മതി. ഒരു ജുസ് 2 ഹിസ്ബാണ്. അപ്പോൾ ഒരു ഹിസ്ബ് എന്നാൽ അര ജുസാണ്. പക്ഷെ അത് അദബിൽ ഓതണം. മനസ്സിലായില്ലേ? ഈ പറഞ്ഞതുപോലെ മുസാഫ് കണ്ടപ്പോൾ തന്നെ എന്തായി? അൽഹംദുലില്ലാഹ് ഒന്നു എടുത്ത് ഖിബലയിലേക്ക് മുന്നിട്ടിരുന്ന് അതബോടുകൂടി മുസാഫ് എടുത്ത് അതബോടുകൂടി അത് കൊണ്ടുവന്ന് അതബോടുകൂടി മുസാഫിന്റെ പുറത്ത് വെച്ചെഴുതുന്ന ആളുകളെ നമ്മളെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ദുനിയാവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വിഷമകരമായ സംഭവം എന്താന്ന് വെച്ചാൽ അതാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഇല്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. മുസാഫിന്റെ പുറത്ത് വെച്ചെഴുതുക. അവന്റെ കയ്യിൽ എന്തോ ഒരു കടലാസ് ഉണ്ട്. അപ്പൊ മൗലിയൻ എന്തോ പറഞ്ഞത് എന്തായി? എഴുതി. എന്തിന്മേലെഴുതി? എന്തിന്മേലെഴുതി? പിന്നെ എന്തോ ഒരു കടലാസുമ്മേൽ എഴുതി, പിന്നെ വെച്ചെഴുതി. മനസ്സിലായില്ലേ പറഞ്ഞ? എന്ന് അതൊക്കെ അത് ഭയങ്കര 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 ഇഹാനത്ത് ഉദ്ദേശിച്ച കാഫറാവും. എന്താപ്പ അങ്ങനെ എഴുതിയാല് എന്ന് ചിന്തിച്ചാൽ കാഫറാവും. എന്ത് 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 എന്താ പറഞ്ഞോ? എന്ത് പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ വേം പറഞ്ഞേ? അതായത് എന്താ അങ്ങനെ അവൻ അറിവില്ലാതെ ചെയ്താല് ഹറാമേ വരുള്ളൂ. അറിഞ്ഞോണ്ട് ചെയ്താൽ കുഫ്ർ പോലും വരും. കാരണം ഇഹാനത്തായി. നിന്യതയിലല്ലേ? നിന്യതയിലാണല്ലോ കുഫ്ർ വരിക. ഒരാള് ബാങ്ക് കൊടുത്തു. അപ്പൊ മറ്റേ ആൾ ഇയാളെന്താ കൂർക്കം കൂക്കും പോലെ? കഫറോ കഫറോ. ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുത്താൽ സുന്നത്തിന്റെ കൂലിയായിട്ട്, പക്ഷെ ബാങ്കിനെ കളിയാക്കാൻ കഫറോ. അല്ലാഹു കാക്കട്ടെ. കളിയാക്കിയ കഫറോ, കളിയാക്കിയ കഫറോ, കളിയാക്കിയ കഫറോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് ഇഹാനത്താണ്, അത് നിന്ദിക്കലാണ്. മുസാഫിന്റെ പുറത്ത് ഒരാൾ വെച്ചെഴുതിയാൽ എന്താ അങ്ങനെ എഴുതിയാല് എന്ന് ചിന്തിച്ചാൽ കുഫ്ർ വരും, കുഫ്ർ വരും. അള്ളാഹു കുഫ്റിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ പറയുന്നത്? വൃത്തിയാക്കപ്പെട്ട തോല് എഴുതാനുള്ള തോലുകള് കൈറോവിൽ നിന്ന് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ വെച്ച് അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പോൾ ആലോചിച്ചപ്പോ എന്ത് ഓർമ്മ വന്ന്? നാളെ ഖുർആൻ എഴുതാനുള്ള തോൽ, ശുദ്ധമാക്കിയ തോൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെ തടി തളീമാക്കുക. പുറത്തു വന്ന് കിടന്ന് നടവാങ്ങി. മനസ്സിലായില്ല? അതിൽ അപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. നാളെ എഴുതാൻ പോണേ ഉള്ളൂ. നാളെ എഴുതാൻ പോകുന്ന ആ തോലുള്ള ഖുർആൻ എഴുതാൻ പോകുന്ന ആ മുറിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി കിടന്നില്ല. തഅളീമൻ വ ഇജ്ലാലൻ, ഖുർആൻ എഴുതപ്പെടാൻ ഉദ്ദേശിക്കുന്ന താളിയോലയെ തോലിനെ ബഹുമാനിച്ചിട്ട് ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരൊക്കെ നേടാനുള്ള കാരണം അവരുടെ അദബാണ്. ഒരാള് അദബോട് കൂടിയും സുക്കൂനോട് കൂടിയും ശാന്തതയോട് കൂടിയും, അപ്പുറത്ത് വർത്താനം പറയുന്ന ആളുകൾ മുസാഫ് ഒന്ന് ഇങ്ങനെ കൈ പിടിച്ച് ഒരു ബെല്ലോണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് ഓരോരുത്തർ കുറച്ച് നോക്കി, ഇവർക്ക് കുറച്ച് നോക്കി. മുസാഫ് തുറന്നു വെക്കാനേ പാടില്ല. അപ്പൊ ഓതുന്നതിനിടയിൽ മുസാഫ് ഓതുന്നതിനിടയിൽ ഒരു ഗൗരവമായ സംസാരം കേട്ടാൽ ഇങ്ങനെ തുറന്നു പിടിച്ച് നോക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? മടക്കണം, രോഗം പാടുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? കാരണം ഇല്ലെങ്കിൽ അത് അദബുകേടാണ്. മുസാഫ് തുറന്നു വെച്ച് ചില ആളുകളുണ്ട്, മുസാഫ് അവിടെ തുറന്നു വെക്കും, എന്നിട്ട് ഒതുക്കാൻ പോകും, രണ്ടാമത്തെ ഒതു പുതുക്കാൻ പോകും, അല്ലെങ്കിൽ മറ്റൊരു വർത്താനം പറയും. മുസാഫ് അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ
ചെയ്യുന്ന അമല് സുന്നത്താണെങ്കിൽ അദബ് കേടിൽ എന്ത് വരും? പറ. അദബ് കേടിൽ കുഫ്ർ വരും. സുജൂദിന്റെ സുജൂദത്തു തിലാവത്തല്ലേ ഈ ചോദിക്കണത് മോനെ? സുജൂദു തിലാവത്തല്ലേ ചോദിക്കണ മോനെ? അതിനെന്ത് ചെയ്യുന്നറിയോ? അവിടെ എന്ത് ചെയ്യേണ്ടത്? മുസഹഫ് ഒരു ഉയർന്ന സ്ഥലത്ത് വെക്കാനുള്ള സൗകര്യം നേരത്തെ തന്നെ എന്തിനു തുറന്നിക്കേണ്ട ആവശ്യം? മനസ്സിലായില്ല. എന്നോട് പറഞ്ഞ് സുജൂദു തിലാവത്ത് ചെയ്യാണ്. അപ്പൊ ഒരു ഉയർന്ന സൗകര്യം, ഒന്നുമില്ലെങ്കിൽ എന്റെ മുണ്ട്, ടർക്കി, അല്ലെങ്കിൽ മറ്റേ ഒരു ഇതുണ്ടല്ലോ, എന്ത് ഒരു എന്തുണ്ടാവുമല്ലോ, അറിയാൽ മനസ്സിലായില്ലേ? ഇതുമ്മൽ അത് വെച്ച് അത് കിട്ടാവുന്ന രൂപത്തിൽ പൂട്ടി വെച്ച്, മനസ്സിലായില്ലേ? അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? സുജൂദ് തിലാവത്ത്. കാരണം എന്റെ സുജൂദ് തിലാവത്തിനേക്കാൾ ഇത് മാളമാണ്. എന്റെയും ഇന്ത്യയും സുജൂദ് തിലാവത്ത് അള്ളാഹ് സ്വീകരിക്കുന്ന എന്തുറപ്പാള്? ഇത് അള്ളാഹിന്റെ കലാമാണല്ലോ, മനസ്സിലായില്ല? എന്റെയും സുജൂദ് തിലാവത്തിനേക്കാളും വില ഉണ്ട് എന്തിന്? ഈ സാധനത്തിന്. അന്ന് വന്ന് ഖുർആൻ കൈ പിടിച്ച് എണീറ്റ് അങ്ങനെ തന്നെ എണീക്കണ്ടേ. അല്ലെങ്കിൽ എന്ത് ദോഷം വരും? ഖുർആന് ഇപ്പൊ കാലടുത്തുകൊണ്ടും തന്റെ നോട്ടത്തിൽ താഴെയുമായിട്ടും ഖുർആൻ വെക്കാൻ പാടില്ല. ഉദാഹരണം പറയാം, ഇവിടെ ഇപ്പോ ഒരാൾ ഒരു ടർക്കി വിരിച്ച് മടക്കി അതിന്റെ മേൽ മുസാഫ് വെച്ച് അവിടെ ഞാൻ ഇരുന്ന് തെറ്റല്ല, അവിടെ ഞാൻ നിന്നാൽ ഖുർആൻ നിസ്സാരപ്പെടുത്തലായി. അതായത് ഇവന്റെ കാലിനോടാണ് ആരടുക്കുന്നത്. പറഞ്ഞത് മനസ്സിലായില്ല? ആ ഹൈഅത്തിൽ ഇവന്റെ കാലിനോട് ആരടുക്കും? അങ്ങനെ വരുമ്പോൾ, മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ ഉദാഹരണം പറയാം, പള്ളിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യും? മേലക്കൻ എടുത്തു വെക്കും. അല്ലെങ്കിൽ ഒരു ബഹുമാനപ്പെട്ട ആള് വന്നാൽ കൂട്ടി പിടിച്ചോണ്ട് എണീക്കണം. ഇല്ലെങ്കിൽ ഇവന്റെ കാലിനോട് ഇയാൾ ബലം കെട്ടിപ്പിടിക്കും. മനസ്സിലായില്ലേ? മുസാഫ് ഇവരെ രണ്ടാളുടെയും കാലിന് മുഹാദിയായിരിക്കും, കാലിന്റെ നേർപ്പാട്ടിലായിരിക്കും. അതും നിന്നതയിൽ വരും. കമീസിന്റെ പോക്കറ്റിൽ ഇട്ടാം. പക്ഷെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം മോനെ? അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അവന്റെ നടത്തത്തിൽ സൂക്ഷിക്കുക എന്ന നിലക്കൊക്കെ ചെയ്യാം. നേരെ മറിച്ച് പിന്നെ തോടമ്മൽ മുസാഫ് വെക്കുന്നത് ഖൈറല്ല എന്നാണ് ഇമാമിങ്ങൾ അഭിപ്രായം. കാരണം തോട എന്ന് പറഞ്ഞാൽ ഔറത്തിനോട് അടുത്ത സ്ഥലമാണ്. ദുആവും അങ്ങനെയാണല്ലോ. ചില ആളുകളുണ്ട് ഇങ്ങനെ കൈ പിടിക്കുക, അവന്റെ ഔറത്തിന്റെ അടുത്ത് തന്നെ വെക്കുക. എന്ത്? നീ അടുത്ത ദിവസം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദുആയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ദുആയിൽ കൈപ്പൊക്കുക എന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർഫഉ യദൈഹി ഹത്താ യൽഹറ ഇബ്തുഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷം പോലും വെളിവാകുന്ന വിധത്തിൽ കാന യർഫഉ യദൈഹി, രണ്ട് കൈയും റസൂലുള്ളാഹ് പൊക്കി പിടിക്കും. റസൂലുള്ളാഹിന്റെ വനറാ ബയാദ ഇബ്തിഹി, അങ്ങനെ ഹദീസ്. വനറാ വയർഫഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി ലിദ്ദുആ നറാ ബയാദ ഇബ്തിഹി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് വേണ്ടി കൈ പൊന്തിക്കും. വനറാ ബയാദ ഇബ്തിഹി, അവിടുത്തെ കക്ഷത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണും. റസൂലുള്ളാഹിനെ മനസ്സിലായില്ലേ? ഈ കക്ഷത്തിന്റെ വെളുപ്പ് ഞങ്ങൾ കാണുന്ന വിധത്തിൽ റസൂൽ എന്ത് ചെയ്യും? പൊക്കി പൊടിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ഇങ്ങനെ വെക്കുക, മുസാഫ് അവിടെ വെക്കുക. ഇതൊന്നും നല്ല സ്ഥലമല്ല, അതൊന്നും ഒരു ഖൈറായ സ്ഥലമല്ല. അപ്പൊ ഈ കമീസിന്റെ പോക്കറ്റിൽ മുസാഫ് ഇടുമ്പോൾ തന്നെ അതൊരാവശ്യമാണ്, ആ രൂപത്തിൽ ചെയ്യാം. എങ്കിലും അവിടെയൊക്കെ സൂക്ഷിക്കേണ്ടത് എന്താ? മുസാഫിനെ ഏറ്റവും കൂടുതൽ അദബോട് കൂടി തന്നെ ചെയ്യണം. പഴയ കാലത്തെ രീതി എന്താ? നമ്മുടെ രീതി എന്താ? മദ്രസയിലെ പുസ്തകവും ഖുർആനും ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? ഒരു 3 കോലത്തിലുള്ള ഒരു കവറുണ്ടാക്കും, അല്ലെ? ഒരു ത്രികോണത്തിന്റെ കവർ ഉണ്ടാക്കും. എന്നിട്ട് അതിലെന്ത് ചെയ്യും? മുസാഫ് ഇട്ടിട്ട് അതിനൊരു വാലുണ്ടാവും, അതുകൊണ്ട് കെട്ടും. എന്നിട്ട് മദ്രസ പുസ്തകം അടിയിൽ വെച്ചിട്ട് മുസ്തന്റെ മേലെക്കും. ഈ കൂട്ടിലേക്ക് എന്ത് ഇടൂല?
മദ്രസ പുസ്തകം ഇടൂല. എന്നാ മദ്രസ പുസ്തകത്തിൽ എന്തെന്നെയാണുള്ളതും ഖുർആന്റെ ഇൽമ തന്നെയാണ്. പക്ഷെ അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. അപ്പൊ ആ കവറിൽ വരെ എന്തിടൂല. ഇവർ പറഞ്ഞതിലൊക്കെ തിരുത്താനും നന്നാക്കാനും ഒക്കെ ഉണ്ടാവാം. ഈ കൊല്ലത്തിൽ അല്ലെങ്കിൽ ചെറിയ തിരുത്തോടുകൂടെ അടുത്ത കൊല്ലത്തിൽ ഇത് ഇറങ്ങാം. മറ്റങ്ങനെയല്ല. മനസ്സിലായില്ല. ഇക്കൊല്ലത്തെ ബുക്ക് തിരുത്തിയോണ്ട് അടുത്ത കൊല്ലം ഇറങ്ങാം. ഇതെന്താവൂല. ലാ യഅ്തിഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹഫിദൂൻ. ആ ജനങ്ങൾ അതിനെ കാണിച്ചൊരു അദബ് എത്രയാ. ഹിഫ്ളിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഹിഫ്ളിന് വേണ്ടി എന്നാലും അവന് ലഭിക്കാവുന്നത്രയും റഫീആയ സ്ഥലത്തേക്ക് ഖുർആൻ ഉള്ള ബാഗിനെ ഉയർത്തി വെക്കണം. ഉദാഹരണം ഇപ്പൊ നിനക്ക് ബർത്ത് കിട്ടി. അടിയിൽ വെക്കാം ഒരു ബാഗ്, മുകളിൽ വെക്കാൻ ഒരു എന്റെ ബർത്തിൽ തലയണയുടെ ഭാഗത്ത്. അപ്പൊ ഈ പൈസ ഉള്ള ബാഗ് തലയണന്റെ അവിടെ വെച്ച്, മുസാഫുള്ള ബാഗ് ചോട്ടിലും വെച്ച് അത് പറ്റൂല. മനസ്സിലല്ല. മുസാഫുള്ള തന്നെ എന്ത് ചെയ്യണം? എത്രത്തോളം എന്ന് പറഞ്ഞാല് ചില ബാഗുകളുടെ ഉൾക്കവർ ഉണ്ടാവും. ബാഗിന്റെ ഉൾക്കവർ അതിൽ പൈസ ഇടുമെങ്കിൽ പൈസയേക്കാൾ അഫ്ളലാണല്ലോ എന്ത് മുസാഫ് ഉണ്ടെങ്കിൽ അതാണ് അതിലുണ്ട്. മനസ്സിലായില്ല. പൈസ മുസാഫും കൂടി ഇട്ടാൽ തെറ്റല്ല. മനസ്സിലായില്ല. ബാഗിന് ഉൾക്കവർ ഉണ്ടാവും. ആ ഉൾക്കവറിൽ നമ്മൾ എന്തിട്ട് പൈസ ഇട്ട് അതിന്റെ പുറം കവറിൽ മുസാഫ് ഇട്ടാലും അദബിൽ കമ്മിയുണ്ട്. അവിടെ അദബിൽ കമ്മി വരും. ഒരു മിനിറ്റ് മോനെ. അവിടെ അദബിൽ കമ്മി വരും. അവിടെ എന്ത് പറ്റും? രണ്ടും കൂടെ ഇട്ടണം. കാരണം നിനക്ക് സൂക്ഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട സൂക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തും. അതല്ലേ ഖുർആനല്ലേ വലിയ സംഗതി. എന്തേ മോനെ? മൊബൈലിൽ ഓതാം. ഓക്കെ, ഓതാം, തെറ്റൊന്നല്ല, ഓതാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നാട്ടിലെ എല്ലാ കൂട്ടമാത്തും അതിലുണ്ട്, ഖുർആനുണ്ട്. അത് ഏത് പോലെയാണെന്ന് ചോദിച്ചാല് എല്ലാ കൂട്ടമാത്തും അതിൽ റെക്കോർഡ് ചെയ്യും. എന്തും റെക്കോർഡ് ചെയ്യും. പാട്ടേക്കണ സമയത്ത് പാട്ടിന് തുറക്കും. തോന്നിയാസത്തിന്റെ ഫോട്ടം കാണുന്ന സമയത്ത് അതും തുറക്കും. ഓതണ സമയത്ത് മുസാഫ് എല്ലാം അതിലുണ്ട്. അതും അതിനോട് കാണിക്കുന്ന അദബുകളാണ്. ബാത്റൂമിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ മസല പറയണ്ടോ? ശരിക്കണ്ടോ? മസലയാണ് പറയുന്നത്. പൂട്ടിയാൽ വായിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള രേഖകള് കൊണ്ട് ബഹുമാനിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല. ഉദാഹരണം, നമ്മള് ഈ മൊബൈലുകളൊക്കെ സ്വഭാവം എന്താന്ന് വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്ത ശൈലിയിൽ ഓതാൻ കഴിയില്ല. അതിന്റെ വിൻഡോ ഓപ്പൺ ആക്കണം. അപ്പോൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോഴേ അത് ഓതാൻ കഴിയുള്ളൂ. ഏതുപോലെ ഐക്കല്ല്. മനസ്സിലായില്ല. നമ്മൾ അരയിൽ ഐക്കല്ല് കിട്ടും. കെട്ടാലോ? ഐക്കല്ല് നിങ്ങൾ കെട്ടാൻ വേണ്ടി പറയല്ല. എന്തല്ല, തെറ്റുമല്ല, ശിർക്കുമല്ല, മുഅ്മിനീങ്ങൾ ചെയ്തിരുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഐക്കല്ല് കെട്ടണം എന്നല്ല. പക്ഷെ ഐക്കല്ല് കെട്ടുന്നത് എന്തല്ല, തെറ്റല്ല. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ വിഷയങ്ങളിലും എല്ലാ വൈകുന്നേരങ്ങളിലും ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൊല്ലിയിരുന്നു. വൈകുന്നേരമാകുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ചൊല്ലിയിരുന്നു. ചെല്ലണമെന്ന് കുട്ടികളെ കൽപ്പിച്ചിരുന്നു. ചില കുട്ടികൾ ഉണ്ടായിരുന്നു, ആ പറഞ്ഞ വർത്താനം ആ കുട്ടികൾക്ക് തിരിയില്ല. വക്കാന യകുതുബ എന്നിട്ടോ എന്ത് ഒന്നിൽ എഴുതും, പിന്നെ എന്ത് ചെയ്യും? അതിനെ മടക്കും. എന്നിട്ടോ അത് കഴുത്ത് കെട്ടിക്കൊടുക്കും. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സ്വഹാബിയാണ്. എത്രയോ രേഖയിൽ കാണാം. സ്വഹാബികളെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനാണ് ആര്? ഇബ്നു ഉമർ. ഐക്കല്ല് കെട്ട ഇല്ല, ഐക്കല്ല് കെട്ടണം എന്നല്ല. പക്ഷെ എന്ത് കെട്ട പറ കുട്ടി? ഐക്കല്ല് കെട്ട. എന്താ ഐക്കല്ലുണ്ടത്? എപ്പോഴാ ഐക്കല്ല് കെട്ടാൻ പറ്റ? മനസ്സിലായില്ല. മറ്റേ എന്താ പറയാ, പൂങ്കുള നമ്പൂരിന്റെ ഐക്കല്ല് കെട്ടാൻ പറ്റില്ല. ഞാൻ ഐക്കല്ല് കെട്ടാന്ന് വിചാരിച്ച് കണ്ട ഐക്കല്ലൊക്കെ പൂങ്കുള നമ്പൂരി ഉണ്ടാക്കി തരുന്ന ഐക്കല്ല് കെട്ടാൻ പറ്റൂല.
മനസ്സിലായ പറഞ്ഞത്? ഒരു ആലിമോ സയ്യിദോ മുതദയ്യിനായ ആലിമോ സയ്യിദോ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാര് ദീനുള്ളവർ ഐക്യല്ല എഴുതി തന്നാൽ കെട്ടാം. അപ്പൊ ആ ഐക്യല്ല എന്താ ഉണ്ടാവുക? ഖുർആൻ ഉണ്ടാവും. പക്ഷെ അതില് എന്തുണ്ടാവില്ല എന്നറിയോ? ആ ഐക്യല്ല എഴുതിയ വിധത്തിൽ അതിനെ വായിക്കാൻ കഴിയില്ല. വായിക്കാവുന്ന വിധത്തിൽ എഴുതിയാൽ പ്രശ്നമാണ്. അപ്പൊ എന്നതുപോലെ ഇതൊക്കെ 1-ാം നമ്പറല്ല, 2-ാം നമ്പറാണ്. ഏത്? മൊബൈലിലൊക്കെ തന്നെ ഇത് കൊണ്ട് നടക്കുന്നതും 1-ാം നമ്പറൊന്നും അല്ല. എന്ത് 2-ാം നമ്പർ? ഹറാമല്ല, കൊണ്ട് നടക്കാം. പക്ഷേ ഉള്ള തോന്നിയാസം മുഴുവനും പിന്നെ അതിൽ വെക്കാൻ പാടില്ല. അതിനൊക്കെ അതിനെ ശുദ്ധീകരിക്കണം. ഒരു സാധനം മുഅല്ലമാണെങ്കിൽ മുഅല്ലമല്ലാത്ത സാധനം അവിടെ വെക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതന്നെ പറഞ്ഞർത്ഥം. കൈ ഇവിടെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തൊടമ്മലെന്താ? തൊടം ഒരു മുഅല്ലമായ സ്ഥലമല്ലാതെ ഔറത്തിന്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ ബഹുമാനിക്കപ്പെടേണ്ട സംഗതി ബഹുമാനിക്കുക. അദ്ദീനു തഅ്ളീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. ദീൻ എന്നാൽ 2 കാര്യമാണ്. എന്ത്? അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ്. അതാണ് ദീൻ. ദീൻ എന്നാൽ എന്ത്? ദീൻ എന്നാൽ തഅ്ളീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലും അല്ലാഹു നിന്ദിച്ചതിനെ നിന്ദിക്കലുമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാം. പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ? ഒരാൾക്ക് ചോദിക്കാം, ബാങ്കിനെ ബഹുമാനിക്കുകയാണോ വേണ്ടത്, അതല്ല ഓതുകയാണോ വേണ്ടത് എന്ന്? കേൾക്കി. നേർച്ചയാക്കിയ അമലുകളാണെങ്കിൽ ആ അമലുകളാണ് ബാങ്കിന്റെ ഇജാബത്തിനേക്കാൾ അഫ്ളല്. സാധാരണ കൂലിക്ക് ലഭിക്കുന്ന അമലുകളാണെങ്കിൽ, മനസ്സിലായില്ല, ഒരു ഫർളായ ദിക്റോ ഒരു ഫർളായ ഖുർആനോത്തോ ആണ് ചെയ്യുന്നത് എങ്കിൽ ബാങ്കിലെ ഇജാബത്തിനേക്കാൾ അഫ്ളല് ഇതാണ്. അല്ലാത്ത സാഹചര്യത്തിൽ മൊത്തം അഫ്ളല് ആ ആയത്ത് പൂർത്തീകരിച്ച് അദബോടുകൂടി ബാങ്കിന് ഇജാബത്ത് ചെയ്യലാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ചിലപ്പോൾ ചില ഓത്തുകളും ചില ദിക്റുകളും വാജിബായിരിക്കും. അങ്ങനെ ഉണ്ടാവും. ഉദാഹരണം ഒരാള് 11 ഫാത്തിഹ ചെല്ലാറുണ്ട്. പിന്നെ ഒരു ഉദാഹരണം പറയാം, അസറിന്റെ ശേഷം ചെല്ലാറുണ്ട്. അയാൾക്കത് അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഉദാഹരണം 11 ഫാത്തിഹ. ഒരു ഉദാഹരണം പറയാൻ കേട്ടാ, അസർ നിസ്കരിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? 11 ഫാത്തിഹ ഓടും. അന്ന് അയാൾ അസർ നിസ്കരിക്കാൻ നേരം വൈകി, എന്തോ സന്ദർഭവശാൽ, അല്ലെങ്കിൽ അസർ നിസ്കരിച്ചു 11 ഫാത്തിഹ ഓതാൻ മറന്നുപോയി. പിന്നെ നേരം വൈകിട്ടാണ് ഓർമ്മ വന്നത്, അതിൽ പ്രവേശിച്ചു. അപ്പോൾ എന്തായി? ബാങ്ക് കേട്ടു. എങ്കിൽ അവൻ ബാങ്കിന് വേണ്ടി നിർത്തേണ്ടതില്ല. ഇത് അവനെ സംബന്ധിച്ചിടത്തോളം വാജിബായ അമലാണ്. അവൻ അങ്ങനെ തന്നെ ഉസ്താദ്മാരിൽ നിന്നോ മറ്റോ സ്വീകരിച്ചതാണെങ്കിൽ പ്രത്യേകിച്ച് അതിന് പ്രശ്നം കൂടും ചെയ്യും. അതെ, നേർച്ചയായ അമലുകൾ അന്നാമൻ നേർച്ചയാക്കി ബാങ്ക് കേട്ടാല് അവിടെ ഈ നേർച്ചയാക്കലിനോട് അവൻ നേർച്ചയാക്കിയത് സമയം കൊണ്ട് ബന്ധിതമായി നേർച്ചയാക്കിയത് ആണെങ്കിലാണ് ഈ പറഞ്ഞത്. സമയബന്ധിതമായി നേർച്ചയാക്കി. ഇന്ന് അസർ കഴിയുന്ന മുമ്പ് ഞാൻ അൻആം ഓതി തീർക്കുമെന്ന് നേർച്ചയാക്കി, ഓതി തീർന്നതുമില്ല. അപ്പോഴാണ് എന്തായത്? ബാങ്ക് കൊടുക്കുന്നത് കേട്ടത്. എങ്കിൽ അവൻ ഇതിൽ തന്നെയാണ്, ഇതിലാണ് ഏർപ്പെടുന്നത്. അല്ലാത്ത ഏതവസരത്തിലും എന്ത് ചെയ്യണം? ബാങ്കിനാ ജാബത്ത് കൊടുക്കേണ്ടത്. അത് ഈ പറഞ്ഞത് തിരിയേണ്ട ആളുകൾക്കൊക്കെ ഇപ്പൊ ഇത് തിരിയും. ഉദാഹരണം പറയാ, ഈ രാവിലെ 11 ഫാത്തിഹ ഓതിക്കൊന്ന് കണ്യാല പറഞ്ഞിട്ടുണ്ടാവും ചില ആളുകൾക്ക്. അപ്പോൾ അവരെ ഷെയ്ഖായ കണ്യാലിൽ നിന്ന് അവർ സ്വീകരിച്ചതാ. അവർക്കത് ചെയ്യൽ എന്തായിരിക്കും? നിർബന്ധമാണ്. തിരുപ്പൻ മോലിയർ പറഞ്ഞിട്ടുണ്ടാവും ചെയ്തടാ എന്ന്. 100 ഖുൽഹുവല്ലാഹു അഹദ് ഓതിക്കള അസറിന്റെ ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം എന്ന് പറഞ്ഞ് അതിലും പ്രവേശിച്ച് അത് തീരുന്ന മുമ്പ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കസ്വല. ഇത്തരം അമലുകൾ എന്തുപോലെ തന്നെയാണ്? നിസ്കാരം പോലെയാണ്, ഒറ്റടിക്ക് കൊണ്ടുപോകണം. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം
ബാങ്കിന് ഇജാബത്ത് കൊടുക്കലാണ് വേണ്ടത്. പക്ഷെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്കിന്റെ അൽഫാളുകൾ വേറിട്ട് കിട്ടണം. അപ്പോഴാണ് ബാങ്കിന് ഇജാബത്ത് കൊടുക്കേണ്ടത്. എങ്കിൽ ഒരു സ്ഥലത്ത് ബാങ്കിന് ഇജാബത്തിന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു, ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. വലം യതമയസ് അൽഫാൽ, ലഫ്ളുകൾ വേറിട്ടോട്ട് കിട്ടുന്നു ഇല്ലെങ്കിലും അവർക്ക് ഇജാബത്ത് സുന്നത്ത് ഉണ്ടാവില്ല, പക്ഷെ സുക്കൂത്ത് സുന്നത്തുണ്ട്. തിരിഞ്ഞിട്ടില്ല, അതായത് ഉറങ്ങാതൊക്കെ നോക്ക്. ഇതൊരു മസാല, ഗൗരവമുള്ള മസാല പറഞ്ഞ. അതായത് നമുക്ക് ചില ഒരു പരിപാടി ഉണ്ട്. എന്ത്? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു മസാല കേട്ടിട്ടുണ്ടാവും. എന്ത്? ലഫ്ള് വ്യക്തമായാൽ മാത്രമേ ഇജാബത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ അവിടെ ലഫ്ള് വ്യക്തമായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യൂല? ഇജാബത്ത് കൊടുക്കൽ അവിടെ എന്തില്ല? സുന്നത്തില്ല. പക്ഷെ ബാങ്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുമെങ്കിൽ നമ്മൾ ഒരു തീർച്ചയായ വാജിബായോ ആയ അമലിൽ അല്ലെങ്കിൽ സുക്കൂത്തെങ്കിലും അഫ്ളലാണ്. നമുക്ക് അറിയാലോ എന്ത് ബാങ്കാണ്. അവിടെ ബാങ്ക് നമുക്ക് തിരിയില്ലെങ്കിലും ലഫ്ള് കിട്ടിയില്ലെങ്കിലും നമുക്ക് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമക്ക് അവിടെ ചാൻസ് ഉണ്ടാവും. എന്തുകൊണ്ട്? ആ ഒരു നീണ്ട ശബ്ദമാണ് അവസാനിച്ചാൽ നമ്മൾ എന്തുറപ്പിക്കും? ബാങ്ക് കഴിഞ്ഞ്. ലഫ്ള് കേട്ടോ? ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലല്ലേ? ഇത് വേറിട്ട് ലഫ്ള് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ എന്താണ് അയാൾ ചൊല്ലിയത് നമുക്ക് അറിയൂല. അവിടെ നമുക്ക് ഇജാബത്ത് സുന്നത്തില്ല. പക്ഷെ എന്തുണ്ട്? ആ ശബ്ദം നിലച്ചാൽ നമുക്ക് അവിടെ എന്ത് വരും? കാര്യം മനസ്സിലാവും. ആ ഫിൽ ജുംല നിദാ അവിടെ നടന്നിട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ. അത് അങ്ങനെയാണെങ്കിലും അവസാനത്തെ ദുആ സുന്നത്തുണ്ടാവും. ഓരോ ലഫ്ളിന്റെ ഇജാബത്തെ സുന്നത്തില്ലാതിരിക്കുള്ളൂ. അങ്ങനെ ആ സന്ദർഭത്തിൽ മിണ്ടാതിരിക്കണം. വഖത്തിൽ അതാന്റെ വഖത്തിനെ ബഹുമാനിക്കാം. അങ്ങനെ വേണമെന്നില്ല. അങ്ങനെ അതായത് ഒരു വഖത്തിൽ ഒരു അദാന് അവൻ എന്ത് ചെയ്ത് ഇജാബത്ത് ചെയ്താൽ ആ അൽഫാദിനെ താബിയായി പൂർത്തിയാക്കലാണ് സുന്നത്ത്. അതിനിടയിൽ പുതിയ അദാൻ തുടങ്ങിയാൽ അതിലേക്ക് അവൻ മാറേണ്ടതില്ല. എന്നാൽ രണ്ട് അദാനുകൾക്കിടയിൽ ഹലലുണ്ടാവുക വന്നാൽ ഏറ്റവും വ്യക്തമായ അദാനിനെ താബിയാകണം. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു അദാൻ തുടങ്ങിയാൽ ആ അദാനെ താബിയായി അവസാനിക്കണം. അതിന് ശേഷം കുറെ അദാൻ വന്നു, അതിനൊന്നും ഇജാബത്ത് കൊടുക്കേണ്ട സുന്നത്ത് ഇല്ല. പിന്നെ അതൊക്കെ തന്നെ കാര്യം ഉറപ്പാണ് കേട്ടോ. അതൊക്കെ ഇജാബത്ത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അദാൻ എന്തെന്നെയാണ്? സുന്നത്തമായത്തിന്റെ ബാങ്ക് തന്നെയാണ്. അതാണ് താമായ ഒരു ബാങ്കും അങ്ങനെ തന്നെയാണ്. ഖദരിയാക്കള പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേറിയിട്ട് ആ ഖദരിയാക്കള പള്ളി എന്ന് അറിയില്ലായിരുന്നു. ബാങ്ക് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഖദരിയാക്കള പള്ളിയാണ്. കാരണം അവർ തസ്ബീബ് എല്ലാ വഖത്തിനും ചെയ്യും. അതായത് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന വാക്ക് അവരെല്ലാ വഖത്തിനും പറയും ഖദരിയാക്കൾ. അതിനവരുടെ ന്യായം രാത്രി മാത്രമല്ല ഏത് നേരം മനുഷ്യന്മാർ ഉറങ്ങാലോ എന്നാണ്. മനസ്സിലായില്ല? ഉറങ്ങണേന്ന് കണക്കൊന്നുമല്ലല്ലോ. ഇപ്പൊ ഇവിടെ ക്ലാസ്സിന് വന്നിരുന്നാൽ തന്നെ ഉറങ്ങണവരുണ്ടാവും. ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖദർ ഇല്ലാന്ന് വിശ്വസിച്ചത്, ഈമാൻ കാര്യവും 5 വിശ്വസിച്ചത്. അതാണ്.